ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ആഖിറത്ത് നോക്കണം, പരലോകം നോക്കണം. കാരണം തകർത്തത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കള്ള ആയത്തോതി സ്ഥാപിച്ച ഒരു തത്വം ലോകത്തുള്ള എന്തായിരുന്നാലും ലിക്കുല്ലി ശൈഇൻ സബബ. ഖുർആൻ പറഞ്ഞു എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട്. ലോകത്തുള്ള എന്തായിരുന്നാലും ലിക്കുല്ലി ശൈഇൻ സബബ. ഖുർആൻ പറഞ്ഞു എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട്. കള്ള ആയത്തോതി സ്ഥാപിച്ച ഒരു തത്വം, ഇല്ലാത്ത ആയത്ത് പറഞ്ഞ് സ്ഥാപിച്ചൊരു തത്വം, ആ തത്വം പറഞ്ഞു പോയി ഇപ്പോൾ എന്താണ് വാദത്തിൽ എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇപ്പോഴും ചില ആളുകൾ ഇപ്പൊ യാ ഇബാദല്ലാഹ് ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കുകയാണ് സാധുക്കൾ. ഇപ്പോഴും യാ ഇബാദല്ലാഹ് ഉണ്ടോ? യാ ഇബാദല്ലാഹ് ഉണ്ട്. എതെവിടെ കിടക്കുന്നു? നിന്റെ വാദം എവിടെ കിടക്കുന്നു? നേരത്തെ പറഞ്ഞു, എന്താ ശൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവ് പിടിക്കാം എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നാരാ പറഞ്ഞത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നുപോയി, ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പെടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം, അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറി നിൽക്കുമ്പോ ഭാര്യ അടുക്കലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയില്ല ഭാര്യയുള്ളത്, മോളെ ആ സോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. നീ എവിടെ ഇപ്പൊ എത്തിയത്? ആ ദുർബല ഹദീസിൽ ചവിട്ടിപ്പോയി ഖുർആനില്ലാത്ത ആയത്തോതി, ഖുർആനിൽ പഠിപ്പിക്കാത്ത ആശയം പറഞ്ഞ് പോയി എത്തി നിൽക്കുന്ന ആശയം എവിടെയാണ്? ഉസ്താദ് പ്രസംഗിക്കേണ്ട തൗഹീദ് എന്താ? ഉസ്താദിന്റെ തൗഹീദ് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിജനമായ സ്ഥലത്ത്, ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. പഠിക്കണം. എപ്പോഴാണ് തേട്ടം പ്രാർത്ഥനയാകുന്നത് എന്ന് പഠിക്കണം. എപ്പോഴാണ് തേട്ടം പ്രാർത്ഥനയാകുന്നത് എന്ന് പഠിക്കണം, പഠിപ്പിക്കണം. ആയത്തോതി തരും, ഹദീസ് പറഞ്ഞു തരും. അങ്ങനെ ആയത്തും ഹദീസും മോദിയിട്ട പഠിപ്പിക്കല്, തൗഹീദാ പഠിപ്പിക്കുന്നത്. കേട്ടോളൂ. പ്രസ്തുത റിപ്പോർട്ട് ആ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. ആരോട് തേടുന്നു എന്നുള്ളതല്ല തേട്ടം, മാനദണ്ഡമല്ല. ഏതു മാനദണ്ഡത്തിൽ തേടുന്നു എന്നതാ പ്രശ്നം. തേട്ടം എന്നുള്ളത് പരിഗണിക്കണ്ട. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. തേട്ടമോടെ പ്രശ്നമല്ല, മാനദണ്ഡമാണ് പ്രശ്നം. ഇവിടെയാണ് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് പഠിച്ചത്. എനിക്കിത് ആദ്യം കേട്ടപ്പോ അത്ര തന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ പിന്നെ ഈ ആശയം ഇവരിൽ പടർന്നിട്ടുണ്ടോ, പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്നെ ഒരു ശത്രുവായി നിങ്ങൾ കാണരുത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത്. എന്നെ നിങ്ങൾ ശത്രുവായി കാണരുത്. എനിക്കൊരു അഖീദ അറിയാനാണ്, സത്യസന്ധമായി അറിയാനാണ്. നിങ്ങൾക്ക് ഈ അഖീദയുണ്ടോ? നിങ്ങൾക്ക് ഈ നിലപാടുണ്ടോ? അതോ അറിയാതെ അബദ്ധത്തിൽ തൊള്ളയെന്ന് ചാടിയതാണോ? ഞാൻ ഷാജിയാണേ, വിളിച്ചില്ലേ? പിന്നെ അന്ന് ഒരു മറുപടി പറഞ്ഞ കൂട്ടത്തില് ഹാജറ റളിയല്ലാഹു അതേ ആയിഷയാണെന്ന് വെച്ചിട്ട് മലക്കിനോട് ജിബ്രീലിനോട് എന്തോ സഹായം തേടി അവിടെ സാന്നിധ്യം അങ്ങനെ സംഗതി പറഞ്ഞായിരുന്നല്ലോ. അതെന്താണ് ആ സംഭവം? അത് എന്നോട് ഇന്ന് രാവിലെ എന്നോട് വിളിച്ച് ചോദിച്ചു. പിന്നെ വൈകുന്നേരം നമ്മൾ ഖുർആൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ ചോദിച്ചു. അതെന്ന് വെച്ചല്ലേ സഫാ മറുവക്കിടയിൽ പോയില്ല അവര്
മറ്റേ ഇസ്മായിൽ അലൈഹി സ്വലാം ഉണ്ട്. അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പെട്ടുപോയി കഴിഞ്ഞപ്പോ ഒരു ശബ്ദം കേട്ട്. അപ്പൊ ആരാന്ന് ചോദിച്ചു, ജിബ്രീലാന്ന് പറഞ്ഞു. അപ്പൊ ഫൈസ് ഇൻകുന്ത എന്ന് പറഞ്ഞൊരു പ്രയോഗമാണ്. അത് നീ എന്നെ സഹായിക്കും, നിന്റെ വല്ല സഹായം ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. ആരെ ഒരു തെറ്റൊന്നുമില്ല. വഴിയെ പോണവഴിക്ക് വഴിയെ മൊയ്തീൻ ഷെയ്ഖ് റോഡായിട്ടുണ്ടെങ്കിലേ എന്തെന്ത് ചെയ്യേ എന്നെ സഹായിക്കാവോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമല്ലല്ലോ അത് അത് ആ രൂപത്തിലാണ്. അപ്പൊ അത് ശിർക്കല്ലാന്നാ പറഞ്ഞത്. അതുപോലെ ഇപ്പൊ ഒരാൾ കണ്ടുകൊണ്ട് കാണുന്നില്ല, അത് ഷൗക്കാനി പറഞ്ഞത്. കണ്ണുകൊണ്ട് കാണാത്ത ഒരാൾ അയാളോട് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് അയാളോട് സഹായം തരുന്നതിൽ എന്തില്ല, പറ്റില്ല. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. അപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് തെറ്റില്ലല്ലോ. ശബ്ദം കേൾക്കണ ഒരു അവസ്ഥയിലല്ലേ നിങ്ങളുള്ളത്. അപ്പൊ ഈ അവസ്ഥ നിങ്ങളോട് 10 രൂപ ചോദിച്ചാൽ എന്തില്ല, തെറ്റല്ല. കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നത് കൊണ്ട് ഒരാളോട് സംസാരിക്കൽ എന്തല്ല, തെറ്റല്ല. അതിന് ഒരു മലക്കാണെങ്കിൽ തന്നെ മലക്കോട് നിൽക്കുന്നുണ്ട്, മലക്കോട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മലക്കിനോട് സംസാരിച്ചാൽ അതിലെന്തില്ല, തെറ്റില്ല. അതിപ്പോ ഹാജർ ഹബീബ് സംസാരിച്ചു, അതുപോലെ പ്രവാചകന്മാരൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. അല്ല, പക്ഷെ മലക്കിനെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. മലക്കിനെ കാണാതെയും സംസാരിക്കും, മലക്കോട് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ സംസാരിച്ചൂടെ? ഈ ഹാജർ ഹബീബിയുടെ സംഭവത്തിൽ അവരിങ്ങനെ ശബ്ദം കേട്ടപ്പോ നിങ്ങൾ ആരാണ് അവര് സംസാരിച്ചിട്ടുണ്ട്, അതെന്നെ പറഞ്ഞത്. അവര് സംസാരിച്ചിട്ടുണ്ട്, അത് ശിർക്കല്ല. ഈ ചോദിക്കുന്ന കാര്യം എന്താന്നുള്ള വിഷയമാണ്. ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അത് മലക്കിനോടാണെങ്കിലും ജിന്നിനോടാണെങ്കിലും. ഏത് ആരോട് തേടുന്നു എന്നുള്ളതല്ല തേട്ടം, മാനദണ്ഡമല്ല. ഏതു മാനദണ്ഡത്തിൽ തേടുന്നു എന്നതാ പ്രശ്നം. തേട്ടം എന്നുള്ളത് പരിഗണിക്കണ്ട. ഈ ചോദിക്കുന്ന കാര്യം എന്താന്നുള്ള വിഷയമാണ്. ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അത് മലക്കിനോടാണെങ്കിലും ജിന്നിനോടാണെങ്കിലും. ഏത് ആരോട് തേടുന്നു എന്നുള്ളതല്ല തേട്ടം, മാനദണ്ഡമല്ല. ഏതു മാനദണ്ഡത്തിൽ തേടുന്നു എന്നതാ പ്രശ്നം. തേട്ടം എന്നുള്ളത് പരിഗണിക്കണ്ട. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊരിക്കലും അതിപ്പോ ഹിദായത്ത് കഥ, യാ ജിബ്രീൽ എനിക്ക് ഹിദായത്ത് തരണേ, ഹിദിനി യാ ജിബ്രീൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയാൻ പാടില്ല. യാ മീകായിൽ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ യാ ഇസ്രായേൽ എന്റെ രോഗം മാറ്റിത്താന്ന് പറയാൻ പറ്റൂല. മനസ്സിലായല്ലോ? അത് ചോദിക്കുന്ന കാര്യം എന്താണെന്നുണ്ട് വിഷയം. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും ഒരു പടപ്പിനോട് ചോദിക്കാൻ, അത് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഇവർക്ക് അഭൗതികമായ കഴിവുണ്ടെന്ന് വരണം. അവർക്ക് അവരുടെ കഴിവിനപ്പുറത്ത് പോവുകയാണ്. ആ കാര്യങ്ങൾ അള്ളാഹ് ചെയ്യണ പോലെ ഒരു ചെയ്യുമെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ അള്ളാഹ് കാണുന്നവരെ കാണുന്ന സംഗതി ഈ രോഗം പടർന്നിട്ടുണ്ട് എന്നർത്ഥം.